KFC chicken നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന അതേ രുചി അല്ലെങ്കിൽ അതുക്കും മേലെ ആയിട്ടുള്ള രുചിയാണ് ഈ KFC ചിക്കന് നമുക്ക് വീട്ടിൽ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നേരെ വീഡിയോയിലേക്ക് പോകാം. KFC സ്റ്റൈലിൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് നല്ല പീസുകളാണ് കേട്ടോ. കാല്, കയ്യ് അങ്ങനത്തെ കുറച്ച് നല്ല ഫ്ലഷി ആയിട്ടുള്ള പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പീസുകൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ബോണിൻ്റെ അടുത്ത് ചെല്ലാൻ വരെ അതേ ഭാഗത്തിന് നമുക്ക് നല്ലതുപോലെ വരഞ്ഞെടുക്കാം. എന്നാൽ മാത്രമാണ് അത് മുക്കി പൊരിക്കുമ്പോൾ ഉള്ളിലേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. അത് ഈ ഒരു കപ്പിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി പൊടികൾ എടുക്കാൻ നമുക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്. ഇത്രയാണ് പൊടി എടുത്തിരിക്കുന്നത്. പൊടികൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയൊക്കെ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ KFCയുടെ സ്റ്റൈല് ചിക്കന് അധികം എരിവൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതേ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് ഈ പൊടികളെല്ലാം അതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മൈദയും കോൺഫ്ലവറും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് ഇനി നമുക്ക് ചിക്കനും കൂടെ ചേർത്തിട്ട് ആ പൊടി നല്ലതുപോലെ ഇതിനകത്ത് ആകാൻ വേണ്ടിയിട്ട് ഈ ചിക്കനെല്ലാം ഒന്ന് മറിച്ച് തിരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിനെല്ലാം വേണ്ടത് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്കിനി നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ അടിച്ചെടുത്ത മിക്സ്ചറാണ് ഇത്. ഇനി നമ്മൾ പൊടികളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് 3 മുട്ട കൂടി ചേർക്കാൻ പോവാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ലതുപോലെ അത് കുഴഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി 3 മുട്ട, ഏത് മുട്ടയായാലും കുഴപ്പമില്ല, കോഴിമുട്ടയോ താറാവ് മുട്ടയോ നമുക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 3 മുട്ടയും പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനും മുട്ടയും ആ പൊടികളും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൈര് ചേർക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. തൈര് അത്ര നല്ലതല്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിക്കൻ്റെയൊക്കെ ഒപ്പം, പക്ഷേ അത് അത്ര വലിയ സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ തൈര് ചേർക്കാതെ ഞാനിവിടെ നാരങ്ങ നീര് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഒരു റെസ്റ്റിംഗ് ടൈം വേണം ഇതിന്. ഏകദേശം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഇത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഈ ചിക്കനിലേക്കും എല്ലാ പീസുകളിലേക്കും എല്ലാം നല്ലതുപോലെ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ തൈര് വേണ്ടവർക്ക് തൈര് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ തൈര് ഉപയോഗിക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊതിയാനുള്ള സംഭവം റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓട്സാണ്. ഓട്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റ അടിക്കൽ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ക്രഷായി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം 1-1.5 മണിക്കൂർ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ പീസുകളും
ഈ ഓട്സിൽ നല്ലതുപോലെ മുക്കി ഈ ചിക്കൻ്റെ ഫുൾ എല്ലാ സൈഡിലും ഇതാവണം. അപ്പോൾ നല്ലതുപോലെ ഓട്സിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ പാനിൽ ഞാൻ ഏകദേശം ഒരു അരക്കുപ്പിയോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് കിടക്കുന്ന എണ്ണയാണിത്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസുകളായിട്ട് ചിക്കൻ്റെ ഈ ഓരോ പീസും നമുക്ക് ഓട്സിൽ മുക്കിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് നല്ലതുപോലെ തിളച്ചോന്ന് നോക്കാം. ഒരു പീസ് എന്തെങ്കിലും ഒരു കുഞ്ഞ് കഷ്ണം ഇട്ട് കൊടുത്താൽ നല്ലപോലെ തിളച്ച് വരുന്നുണ്ടോ എന്ന് നമുക്കറിയാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 4 വലിയ പീസുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ പീസുകളൊന്നും നമുക്ക് ഇടണ്ട കേട്ടോ. കാരണം ഇതിന് നല്ലതുപോലെ പൊരിഞ്ഞു വരാനായിട്ടുള്ള സമയം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കൂടുതൽ എണ്ണ ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് മുക്കി പൊരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. സാധാരണ KFC ചിക്കനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അവരവിടെ നല്ല മുക്കി പൊരിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടെ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സൈഡും മറിച്ചിട്ടാണ് എടുക്കുക. നമ്മളല്ലെങ്കിൽ അത്രയും എണ്ണ വേസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഞാനിങ്ങനെ 2 സൈഡും മറിച്ച് ഓരോന്നും മുരിച്ചെടുക്കുക ചെയ്തത്. മുക്കി പൊരിക്കുന്ന ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോ വശവും നമുക്ക് മൊരിഞ്ഞെടുക്കാം. മൊരിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചിട്ട് എടുത്ത് കൊടുക്കാം. അതിൻ്റെ ആ കളറ് മാറി വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലതുപോലെ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തിളയ്ക്കാനായി നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ആയി ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇനി അതിൻ്റെ ഉള്ളിലെ ആ ഇറച്ചിയെല്ലാം വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അത് ഉള്ളും എല്ലാം വേകാനായിട്ട് വെക്കാം. ഇതപ്പോൾ കളറെല്ലാം മാറി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഫ്ലഷും എല്ലാം നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. കാരണം കളറ് മാറുകയും ചെയ്യണം, ഉള്ളിലെ ഇറച്ചി നല്ലതുപോലെ വേകുകയും ചെയ്യണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം പിന്നീട് നമ്മൾ ശരിയാക്കാനായിട്ട്. ഇതാ അപ്പോൾ നമ്മുടെ KFC സ്റ്റൈലിലുള്ള ചിക്കൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ കളറെല്ലാം മാറി അതിൻ്റെ ആ ഉള്ളിലെ കളറെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് നമുക്ക് ആ കിട്ടുന്ന അതേ ഷെയ്ഡിലേക്ക് തന്നെ വരുന്നുണ്ട്. അതേ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിത് കോരി എടുത്ത് വയ്ക്കാം. ഇപ്പോൾ കോരിയെടുത്ത ചിക്കനാണിത്. ഇതിൻ്റെ കളർ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതാ പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേഗം വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ല് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മാവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മുളക് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളകൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള KFC ചിക്കൻ കുറച്ച് രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിന് നല്ല 1000 രൂപയുടെ അടുത്തെങ്കിലും വരും എല്ലാവർക്കും നല്ലതുപോലെ കഴിക്കണമെങ്കിൽ. പക്ഷേ അതിൻ്റെ ഒരു പകുതിയുടെ പകുതി വിലയ്ക്ക് നമുക്ക് KFC ചിക്കൻ വീട്ടിൽ തയ്യാറാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഒരു ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. KFC ചിക്കൻ നമുക്ക് പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാൾ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഔട്ട്. ബൈ.